ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇത് നമ്മൾ റേ ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ പ്ലേലിസ്റ്റിലുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യും. ലെറ്റ്സ് ഡു ഇറ്റ്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെൻറ്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൽ നിന്നും 12 സെൻറ്റിമീറ്റർ അകലെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ട്, കണ്ടോ? ഇനി പറയുന്നത് എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് ഓൺ അതർ സൈഡ് ഓഫ് ലെൻസ് അറ്റ് 8 സെൻറ്റിമീറ്റർ ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസിൽ നിന്നും 8 സെൻറ്റിമീറ്റർ അപ്പുറത്തായിട്ട് എന്തിരിക്കുന്നുണ്ട്? ഒരു കോൺവെക്സ് മിറർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അതിനർത്ഥം റേഡിയസ് എത്രയാണ്? സാർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2f ആണ്. അപ്പോൾ 2 × 15 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇനിയുള്ളതാണ് ക്വസ്റ്റ്യൻ്റെ പ്രധാന ഭാഗം. വായിക്കാം. ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് കോയിൻസൈഡ്സ് വിത്ത് ഒബ്ജക്റ്റ്. എന്താണ് സാർ ഉദ്ദേശിച്ചതുകൊണ്ട്? ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെയാണ് ഇമേജ് ഉണ്ടായത്. ഒബ്ജക്റ്റും ഇമേജ് എന്ത് ചെയ്തു? കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, ശരി. ഇതെങ്ങനെയാണ് സാർ ഉണ്ടാവുക? ഇതെങ്ങനെ പോസിബിൾ ആവുക? ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. എടാ, ഇവിടെ നിന്ന് ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോയി. ക്ലിയർ? ഇനി ഇമേജ് ഇവിടെ തന്നെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒബ്ജക്റ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയ ലൈറ്റ് അതേ റൂട്ടിൽ കൂടെ തിരിച്ചു വരണം. ഒബ്ജക്റ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയ ലൈറ്റ് അതേ പാത്തിൽ കൂടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ എന്തുണ്ടാവുക? ഇവിടെ തന്നെ ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് റീഫ്രാക്ട് ചെയ്ത ലൈറ്റ് എന്ത് വേണോടാ? മിററിൽ പെർപെൻഡിക്കുലറായിട്ട് വന്നിടിക്കണം. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? സിമ്പിൾ കാര്യടാ. ഒരു മിററിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈറ്റ് അടിച്ച ലൈറ്റ് എന്ത് ചെയ്യും? അതേ വഴി കൂടെ തിരിച്ചു വരും. അപ്പോൾ അതേ വഴി കൂടെ ലൈറ്റ് തിരിച്ചു വരണമെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യണം? മിററിൽ പെർപെൻഡിക്കുലറായിട്ട് വന്നിടിച്ചു. അങ്ങനെ ഇടിക്കുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? അതേ വഴി കൂടെ എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇമേജ് ഫോം ചെയ്യും. ക്ലിയർ? ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം കൂടെ എക്സ്ട്രാ പറയാം. ഇങ്ങനെ മിററിലേക്ക് ലൈറ്റ് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ലൈറ്റിനെ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ മീറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും സാർ? ഇത് റേഡിയസ് ആയിരിക്കും. റേഡിയസ് എത്ര? 30 ആണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റായിട്ട് പറയാം. ബാക്കി വായിക്കാം. കണ്ടുപിടിക്കേണ്ട എന്താ? വെൻ ദ കോൺവെക്സ് മിറർ ഈസ് റിമൂവ്ഡ്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? കോൺവെക്സ്, ഇതാണ് സിറ്റുവേഷൻ. ക്ലിയർ? കോൺവെക്സ് മിററിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ശരി, റിമൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് എ പൊസിഷൻ. അപ്പോൾ കോൺവെക്സ് മിററിനെ ഇവിടെ റിമൂവ് ചെയ്ത ഇമേജ് എവിടെ ഉണ്ടാവുക? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഇമേജ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ഒബ്ജക്റ്റ്. ഇതാണിപ്പോൾ ഇമേജ് അല്ലേ? സോ ഒബ്ജക്റ്റിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 12 + 8 20 + 30. ഈ ദൂരം എത്ര? 50. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ.